മയക്കുമരുന്ന് തടയാനുള്ള നടപടികളുടെ ഭാഗമായി ഡോക്ടർമാർക്കും ഫാർമസികൾക്കും നിയന്ത്രണങ്ങളുമായി UAE ആരോഗ്യ മന്ത്രാലയം. മരുന്നിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ വിറ്റാൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും. ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്താനും പുതിയ നിയമ ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട്. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകരുതെന്നാണ് ഫാർമസികൾക്കുള്ള നിർദ്ദേശം. ഡോക്ടർമാർ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം മരുന്ന് നിർദ്ദേശിക്കേണ്ടത്. ചികിത്സയുടെ മറവിൽ ലഹരി വസ്തുക്കളും മയക്കുമരുന്നും വിൽക്കുന്ന സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ വ്യവസ്ഥകൾ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് വിൽക്കുന്ന ഫാർമസിസ്റ്റിന് 50,000 ദിർഹം മുതൽ പിഴ ലഭിക്കും. 5 വർഷമാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷാ കാലാവധി. പ്രത്യേകമായി ലൈസൻസ് എടുക്കാത്ത ഡോക്ടർമാർ ലഹരി വസ്തുക്കൾ മരുന്നെന്ന പേരിൽ കുറിക്കാൻ പാടില്ല. മെഡിക്കൽ നീതീകരണമുള്ള കേസുകളിൽ മാത്രമേ ഡോക്ടർമാർ ഇത്തരം ഇടപെടൽ നടത്താൻ പാടുള്ളൂ. വേദന സംഹാരി എന്ന നിലയിലോ മറ്റു തരത്തിലോ ഇത്തരം മരുന്നുകൾ അനധികൃതമായി നൽകരുത്. കൃത്യമായ മാനദണ്ഡങ്ങളും നിയമവും പാലിക്കാതെ ലഹരി വസ്തുക്കൾ മരുന്നിന്റെ പേരിൽ എഴുതി നൽകുന്ന ഡോക്ടർമാർക്കും പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും. കുറ്റക്കാർ പ്രവാസികളാണെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം നിർബന്ധമായും നാടുകടത്തണം. UAE സ്വദേശിയെ വിവാഹം ചെയ്ത പ്രവാസിയെ മാത്രമേ നിർബന്ധിത നാടുകടത്തലിൽ നിന്നും ഒഴിവാക്കൂ. പ്രതിയെ നാടുകടത്തുന്നത് UAEയിലുള്ള കുടുംബത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെങ്കിൽ ഇത്തരക്കാർക്കുള്ള നാടുകടത്തൽ നടപടിയിലും ഇളവുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.